എൻ്റെ പേര് സാബു എന്നാണ്, സാബു ജോൺസൺ. ഞാനിവിടെ ട്രിവാൻഡ്രം പേട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ കുർബാന തൊഴിലാളികളെ ഇപ്പൊ ഭയങ്കരമായിട്ട് മറ്റേ FCRA എതിരെ പറയുന്നുണ്ട്. എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഇവരുടെ കയ്യില് ഈ കള്ളത്തനം ഇല്ല എങ്കിൽ വൈ ദേ ആർ എഗൻസ്റ്റ് ദിസ് ലോ. രണ്ടാമത്തെ കാര്യം, ഈ ചെയ്യുന്നവര് അവർ പറയും നമ്മുടെ ഈ പുതിയ നിയമം അനുസരിച്ച് അവരുടെ ആ ലൈസൻസും ഇതുമെല്ലാം ദേ മസ്റ്റ് ബി കെപ്റ്റ് കറക്റ്റ് അല്ലേ? അതായിരിക്കണം. ഇവിടെ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ ഒരാൾ മരിച്ചാൽ, ഒരു കത്തോലിക്കനോ ഒരു CSI കാരനോ ഒരു പ്രൊട്ടസ്റ്റന്റ് ഏതെങ്കിലും ആകട്ടെ, ആ ഒരു പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഇവന്മാർ വാങ്ങിക്കാതെ അടക്കും ആ ബോഡിയെ. അതെ, യുവന്മാര് വേറെ എന്തിനെങ്കിലും ഇവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പോയി നോക്കട്ടെ, നമുക്ക് ആ ഇടവകയിൽ നിന്ന് കത്ത് തരണമെങ്കിൽ അതിന്റെ കുടിശ്ശിക, അതിനിപ്പം എനിക്കോ ഞാനോ എൻ്റെ അപ്പനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ പോയാൽ അതുപോലും തരത്തില്ല. അങ്ങനെയുള്ളവന്മാരാണ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. എന്ത് ന്യായമുണ്ട് അതിന്? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാർക്ക് ടാക്സ് കൊടുക്കാൻ പറ്റത്തില്ല, ടാക്സ് വെട്ടിപ്പ് വേണം. അതെ, ടാക്സ് വെട്ടിപ്പ് വേണം. അത് മാത്രമല്ല, ഈ 20% ഇവന്മാർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് എടുക്കാൻ പറ്റൂ. പിന്നെ ഏതിന് കൊണ്ടുവരുന്നോ ഫണ്ട് അതിന് തന്നെ ഉപയോഗിക്കണം. ഇതൊക്കെ ഇവന്മാർക്ക് ചെയ്യാൻ എന്താ മടി? അല്ല, വേറെ എത്രയോ സംഘടനകൾ, അതായത് അമൃതാനന്ദമയി ഇവിടം, പതാഞ്ജലി ട്രസ്റ്റ്, ഇതുപോലുള്ള ഹൈന്ദവ ട്രസ്റ്റുകളും മറ്റുള്ള മുസ്ലിം ട്രസ്റ്റുകളും എല്ലാം ഉണ്ട്. അവർക്ക് ആർക്കും പ്രശ്നവുമില്ല. ഇതിന്റെ വേറൊരു സൈഡ് നമ്മൾ കാണണം. ഇവന്മാരുടെ ഈ ഫണ്ട് പലതും ഇത് ചെയ്തിട്ട് ഇവന്മാർക്ക് എല്ലാവരും ജിഹാദി കണക്ഷൻസ് ഉണ്ട്. ഇവന്മാരെ കുത്തിയിളക്കി വിടുന്നതാണ്. ഇവന്മാരുടെ FCRA അക്കൗണ്ടുകൾ ഫ്രീസ് കഴിഞ്ഞപ്പോൾ ഇവന്മാര് കുഴൽ വഴിയാണ് ഇവന്മാർ ഈ പൈസ മൊത്തം ഇവിടെ കടത്തുന്നത്. അതെ, ഇവന്മാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ വസ്തു കച്ചവടവും ഇവന്മാരുടെ ഇടപെടലും ഇവന്മാരുടെ ബിസിനസ് പാർട്ണർമാരും എല്ലാം ഇത്തരത്തിലുള്ള ജിഹാദി ഫണ്ടഡ് സ്ഥാപനങ്ങളും ആളുകളുമാണ് ഇവന്മാരുടെ ഏറ്റവും ഉറ്റവന്മാര്. അതെ, അതിനൊരു ഒബ്സ്റ്റക്കിൾ ആകുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP സർക്കാർ യാതൊരു കാരണവശാലും ഈ നിലപാടുമായിട്ട് പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ജനങ്ങൾ, അതായത് ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻ BJP സർക്കാരിനോടൊപ്പം നിൽക്കും. ഇപ്രകാരം ഒരു നടപടി ഇനി ഇവന്മാരെ പേടിച്ചു പോയാൽ ഒന്ന് ഓർത്തു നോക്കി. ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നത് കൊണ്ടല്ല ഇവന്മാരെ സുഖിപ്പിച്ച് ഇപ്പോ കണ്ടോ, ഇലക്ഷൻ ആയാലും കുഴപ്പമില്ല, എല്ലാ MP-മാരും ഇന്ന് അവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കുക. എന്തിന്? ജനങ്ങളുടെ ഒരു സാധാരണക്കാരന്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഇവന്മാരെ ഒന്നിച്ചു നിന്നോ? ഇല്ല. ഇന്ന് ഇങ്ങനെ ഒരു കൂതാശ തൊഴിലാളികളുടെ FCRA വിഷയമായിട്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കുക. എല്ലാവരും കെട്ടി പോയേക്കുക. അല്ല, ഇത് നമ്മളെയൊക്കെ എത്രത്തോളം അപഹാസ്യരാക്കുന്നതാണെന്നറിയോ? നമ്മളെയൊക്കെ എന്താണ്, നമ്മളൊക്കെ വിഡ്ഢികളാണ് ഇതിന്റെയൊക്കെ മുമ്പേ. ഇത് ഓരോ വിശ്വാസം ചിന്തിക്കേണ്ട. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ഇവന്മാർ ഇതുവരെ ജനകീയ വിഷയങ്ങളോ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമോ വന്നപ്പോൾ ഒരുത്തം പോലും പ്രതികരിച്ചില്ല. ഒന്നും ചെയ്തു. സഭകൾ തമ്മിൽ അങ്ങോട്ടും അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നവരെല്ലാം അവന്റെ FCRA വിഷയം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായത് കണ്ടോ? എല്ലാ വൈര്യവും എല്ലാ വിരുദ്ധ സംഭവങ്ങളും മറന്നു ഒറ്റക്കെട്ടായിട്ട് നിന്ന് സർക്കാരിനെതിരെ ഇവന്മാര് നോമ്പുകാലത്ത് ആയിട്ട് പോലും ഇവന്മാര്. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനി ആണെന്ന് പറയാൻ പോലും ലജ്ജിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാരതം, നമ്മൾക്ക് ഈ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും ഫ്രീ ആയിട്ട് പറയാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പം BJP ഗവൺമെന്റ് ഈ ഭാരതം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ആലോചിച്ചു, ഈ ഒരു 10 വർഷം ഇത് വളരെ ധീരമായ ഒരു നിലപാടാണ്. യാതൊരു കാരണവശാലും സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോകത്തില്ല. ഇവർ ആ നിയമ ഭേദഗതിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ആവശ്യം. അതെ, തീർച്ചയായും. കാര്യം എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് പോലും ഇതിന് വിട്ടുകൊടുക്കരുത്. കാര്യം ഇവന്മാര് അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞല്ലേ, രാത്രി സൂര്യൻ ഉദിച്ചാൽ ഇവന്മാരുടെയൊക്കെ തനിക്കോണ അറിയാം. അതെ, ഈ കൂതാശ കുർബാന തൊഴിലാളികളുടെ ഇവന്മാരുടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കണ്ടോ, സകല പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കുന്നു, സകല ആളുകളും ഒന്നിച്ച് നിൽക്കുന്നു ഇവന്മാർക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ ഇവരെന്തിന് കണക്ക് കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അതങ്ങൾ കണക്ക് പ്രോപ്പറായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ നടപടി എടുക്കുന്നു. ഇവരെന്തിനു ഭയപ്പെടണം? അതെ, തെറ്റില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അന്നേരം ഇവന്മാർക്ക് സുതാര്യതയില്ലെന്നും ഇവർക്ക് ഈ വരുന്ന ഈ മതം മാറ്റത്തിനും മറ്റു ആവശ്യങ്ങൾക്കും പല ഓമന പേരുകളിൽ വരുന്ന ഈ ഫണ്ടാണ് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നത്. ഇവന്മാർ ഈ പണം വെച്ചിട്ട് ഇവിടെ ഒരു സമാന്തര സർക്കാർ സംവിധാനം ഉണ്ടാക്കി സർക്കാരിനെ വിലക്കെടുക്കുക, രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുക, ഇതുപോലെ ഇവന്മാരുടെ ലൈംഗിക പീഡന കേസുകൾ ഒത്തുതീർക്കുക, അതുപോലെ ഇല്ലാത്ത വില കൊടുത്ത് ഭൂമി വാങ്ങിക്കൂട്ടി ഭൂമിക്ക് വില കൂട്ടുക.
വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുക. ഇവര് ഈ പറയുന്ന ഈ കുതാശ തൊഴിലാളികൾ ഈ ഉമ്മമാര് ആദ്യം നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് കണക്കെടുക്കണം. ഇത്ര കോടി രൂപ നമുക്ക് വന്നു. ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏതെങ്കിലും ഒരു ആൾക്കറിയാമോ എത്ര കോടി രൂപ ഓരോ മറ്റേ അതിരൂപതാക്കൾക്കും വരണുണ്ടെന്ന്? അതായത് ഓരോ രൂപതയ്ക്ക് എത്ര രൂപ വരും നമ്മളാരും അറിയുന്നില്ല. അതുപോട്ടെ, പള്ളികളിൽ നിന്ന് പിരിക്കുന്ന കപ്പ ഓരോ മെത്രാന്മാരും ഓരോ ഇടവകളുടെ കയ്യിൽ നിന്നും മേടിച്ചോണ്ട് പോകുന്ന ഈ കപ്പ ഇവന്മാർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള ചോദിക്കണം. നമ്മളാണ് അങ്ങോട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിക്കാറുണ്ട് പലയിടത്തും, നിങ്ങൾ ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് തിരിച്ച് കണക്ക് തരുന്നുണ്ട്. നമ്മുടെ ഒരിടവകയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടി, അത് ഇന്നിടത്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്നും നമ്മൾ അറിയുന്നില്ല. വിശ്വാസത്തിന്റെ പേരിൽ നമ്മളെയൊക്കെ ചൂഷണം ചെയ്യുകയാണ് ഇവന്മാർ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഇവന്മാര് നമ്മളെ എല്ലാം യഥാർത്ഥം പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിനെക്കാട്ടി ചാച്ചായിട്ട് ഇംപ്ലിമെന്റ് വേണം ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഈ ഒന്നുകൂടെ ഒന്ന് ഓഡിറ്റ് ചെയ്ത്, അതായത് വെറും കടലാസ് സംഘടനകൾ, അതായത് ഓർത്തഡോക്സ് സഭയുടെ സഭാധ്യക്ഷനാണ് ആദ്യമേ കാറിക്ക് ഉയർങ്ങിയത്. ഇയാൾക്ക് തന്നെ 16 സ്വകാര്യ ട്രസ്റ്റുകൾ, കള്ള ട്രസ്റ്റുകൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹവാല പണങ്ങൾ ഇതുപോലെ വിദേശത്ത് നിന്ന് കടത്തുന്ന ഒരുത്തനാണ് ഇയാള്. അതുപോലെ തന്നെ ഈ വരാലുതോമ എന്ന് പറയുന്നവന് എത്രയോ കള്ള ട്രസ്റ്റുകൾ ഉണ്ട്. അന്നേരം ഇവന്മാരുടെ ട്രസ്റ്റുകളെല്ലാം ഒന്നുകൂടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ഇതെല്ലാം കൂട്ടിക്കെട്ടി കണ്ടുകെട്ടി ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാണെങ്കിൽ സകല വിശ്വാസികളും ക്രൈസ്തവ സഭാംഗങ്ങളും BJP സർക്കാരിനോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവന്മാരാണ് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്ക് അവമാനം. തീർച്ചയായും കൊടുക്കുക. അല്ല 25 വർഷത്തെ ഈ കഴിഞ്ഞ 25 വർഷത്തെ കണക്ക് ഇവന്മാർ വിടട്ട് പോട്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ ആയത് അവന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ 25 വർഷത്തെ ഇവിടെ ഇവന്മാർക്ക് ധൈര്യം ഉണ്ടാ? അതെ, 25 വർഷം കഴിഞ്ഞ ഒരു വർഷത്തെ വിട്ടാൽ മതി. 25 പോട്ടെ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഇവന്മാരുടെ യൂട്ടിലിറ്റി, ഇവന്മാർക്ക് കിട്ടി ഇൻകം എത്ര എക്സ്പെൻഡിച്ചർ എത്ര ബാലൻസ് ഉണ്ട്, ഒരു വർഷത്തെ ഇവന്മാർക്ക് കാണിക്കാൻ പറ്റുമോ? അല്ല, ഇത് ചർച്ച് ആൻഡ് ടോയ്ലറ്റ് കൊണ്ടുവരണം. ഇവിടെ ഈ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ എല്ലാം എല്ലാവരും ഇപ്പം BJP സർക്കാർ പ്രതിസന്ധിയിൽ ഭയങ്കര ആശങ്ക. ആർക്കാശങ്ക? ഇവിടുത്തെ വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾക്കൊന്നും ഒരുത്തനും ഒരു ആശങ്കയില്ല. ഇവന്മാർക്ക് ആർക്കായി ആശങ്ക? അതാ ഈ പാതിരിമാർക്ക് ഇതിന്റെ മനോരമയിൽ ഇന്ന് ഇവന്മാർ ഇൻഫ്ലുവൻസ് നോക്കുക. ദുഷ്യന്തവെ കൊണ്ട് ഇന്ന് എഡിറ്റോറിയലില് എഴുതിച്ചേക്കുന്നു. അതുപോലെ ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള തരത്തിലേക്കുള്ള എന്തോ ഭയങ്കര ആശങ്കയാണെന്നുള്ള രീതിയിൽ മലയാള മനോരമയാണ് ഇത് ടേക്കപ്പ് ചെയ്തിട്ട് ഇന്ന് സെൻട്രൽ ഫണ്ടിലടക്കം ഇവന്മാരുടെ കാശ് മേടിച്ച് നിന്നിട്ട് ഇവന്മാരുടെ പാർശ്വവർത്തിയായിട്ട് ഇവന്മാരുടെ നിന്നുകൊണ്ട് ഈ മഞ്ഞരമയാണ് ഈ ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടുന്നത്. ഇവിടെ വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരാശങ്കയില്ല. പത്രം എത്ര പേര് വായിക്കുന്നുണ്ട്? അതെ, അല്ല എന്നാലും ഇന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിലും സെൻട്രൽ സ്പ്രെഡിലും എഡിറ്റിലും എല്ലാം ഈ സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതെന്തോ വലിയ ഭയങ്കര ഒരു ആശങ്കയാണ് വിശ്വാസികളുടെ. ഇവന്മാർ പറയുന്നത് എന്താ, പള്ളികളെല്ലാം സർക്കാർ ഏറ്റെടുക്കും, BJP വന്നു കഴിഞ്ഞാൽ പള്ളികളെല്ലാം പിടിച്ചെടുക്കും, സ്വത്തുക്കൾ പിടിച്ചെടുക്കും, ചുമ്മാ കള്ളത്തരം പറഞ്ഞ് വിശ്വാസികളുടെ. നോർത്ത് ഈസ്റ്റിലുള്ള എത്രയോ ഗവൺമെന്റ് ഇവിടത്തേക്കാളും ക്രിസ്ത്യാനിറ്റി മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ BJP ഭരിക്കണം, അവിടെ എല്ലാം പിടിച്ചോണ്ടുപോയാ. സ്വസ്ഥമായിട്ടാണ് അവന്മാർ അവിടെ പ്രാർത്ഥനയും ചടങ്ങുകളും നടത്തുന്നത്. അതെ, അന്നേരം നമുക്ക് വിശ്വാസികളോട് കൺവേ ചെയ്യാനുള്ളതാണ്. ഇത് ആശങ്ക ഈ കള്ളന്മാർക്ക് മാത്രമാണ്. വിശ്വാസികൾക്ക് ഒരാശങ്കയുടെ ആവശ്യമില്ല. ഇവിടെ സമാധാനമായിട്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി പുലരണമെങ്കിൽ, ഇവിടെ ആ ക്രിസ്തു ഉപദേശിച്ച തരത്തിലേക്ക് നമുക്കിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഈ കൊള്ള അവസാനിപ്പിക്കണം. ഇവന്മാരുടെ കള്ളപ്പണം പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടി അത് ആർക്കെങ്കിലും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാവൂ. ഇല്ല, ഇത് ഇവന്മാര് ന്യൂനപക്ഷമാണെന്ന് പറയും. ഇവന്മാരാണ് ഇവന്മാരുടെ കള്ളപ്പണം വെച്ച് ഇന്ന് സകല സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. പോലീസ് സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ഇവിടുത്തെ സകല സംവിധാനങ്ങളെയും വിലക്കെടുത്ത് പാരലൽ എക്കണോമി, പാരലൽ സർക്കാർ ഉണ്ടാക്കിയേക്കുന്ന ഇവന്മാരെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ FCRA അക്കൗണ്ടുകൾ പൂട്ടണം. സുതാര്യമല്ലാത്ത സകല അക്കൗണ്ടുകളും മരവിപ്പിക്കണം, സകല സ്വത്തുക്കളും പിടിച്ചെടുക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.